അങ്ങനെ കാത്തിരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് തേർഡ് സ്റ്റേജിൻ്റെ ഫൈനൽ ആൻസർ കീയും വന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെയല്ല വന്നത്. 5 ഡിലീഷൻസും ഉണ്ട്, 3 ആൻസർ ചേഞ്ചും വന്നിട്ടുണ്ട്. 8 ക്വസ്റ്റ്യൻസിൽ ചേഞ്ചസ് വന്നതുകൊണ്ട് കുറേ പേരുടെ മാർക്സിൽ നല്ല മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ചിലർ ഓൾറെഡി കട്ട് ഓഫ് കയറാത്തവർ ഇപ്പോൾ കയറാൻ സാധ്യതയുണ്ട്. ഓൾറെഡി കയറുമെന്ന് പ്രതീക്ഷിച്ചവർ മാർക്ക് കുറയാനും സാധ്യതയുണ്ട്. നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ക്വസ്റ്റ്യൻ പേപ്പർ എ വെച്ചിട്ടാണ് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 68th ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 69th, 71 ആൻഡ് 99 ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഓപ്ഷൻ ചേഞ്ച് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 17, 37 ആൻഡ് 92. ഇത്രയും ക്വസ്റ്റ്യൻസിലാണ് മാറ്റം വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ആഡ് ചെയ്ത് നോക്കാം എത്രയ്ക്കാണ് മാർക്ക് വരുന്നത്, കട്ട് ഓഫ് ക്ലിയർ ആവാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇൻ കേസ് ക്ലിയർ ആവുമെന്ന് വിചാരിച്ച് ആരെങ്കിലും ഇതിന് ശേഷം ഇപ്പോൾ ക്ലിയർ ആവില്ലെന്ന് തോന്നുവാണെങ്കിൽ ഡെസ്പ് ആവരുത്. 10th ലെവൽ പ്രിലിംസ് വരാനായിരിക്കുന്ന ഒരു ടൈമാണ്. സോ ഡെസ്പ് ആവാതെ അതിന് നന്നായിട്ട് ശ്രമിക്കാം. നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. മാർക്സ് ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്സിൽ മാറ്റമുണ്ട്, ക്ലിയർ ആവുമോ ഇല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കൂ.